പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥന കൂടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പട പോലെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനർജനിക്കുകയും പുനർജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ. മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷാഫലത്തിൽ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ, അത് കഴിഞ്ഞവരെ, വിസ പ്രോസസ്സിങ് കൊടുത്തിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവരെ, നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, ഡിവിഷണൽ ഫോളുള്ള അധ്യാപകരെ,
എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായി ദൈവത്തിലെ നിന്റെ എല്ലാവിധ വേദനകളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാകട്ടെ. God increase the spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്നലെ കണ്ടതേ ഭീരുത്വത്തെക്കുറിച്ചല്ലേ? അപ്പം ദൈവവേലയ്ക്ക് ധൈര്യമാണ് വേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ റോമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൗലോസിൻ്റെ ജയില് കാണാൻ പോയി. ഇപ്പം പൗലോസ്, ഞാനത് പറഞ്ഞായിരുന്നു ഒരു ദിവസം അല്ലേ, ഇപ്പം പറഞ്ഞ വേറെ വിഷയമാണ് കേട്ടോ. പൗലോസിനെ കൈവിലങ്ങ് അണിയിച്ചിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. ആ ജയിലിൽ ഞാൻ പോയി അടുത്ത് നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോഴേ ആ ജയിലിരുന്നുകൊണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട്, ലാസ്റ്റ് ലേഖനം. അത് തിമോത്തിയുടെ ലേഖനമാണ്. തിമോത്തി ബിഷപ്പിനെ കുറിച്ച് ബിഷപ്പിന് പുള്ളി എഴുതുന്നതാണ്. അത് ഈ ജയിലിലിരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്ന എഴുതുന്ന സംഭവമാണ്. എന്താ പറയുന്നറിയാവോ? 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. കണ്ട, അതൊക്കെ ചങ്ങല കിടക്കണ്, ആ ജയിലിൽ കിടക്കണ്, വെളിച്ചമില്ല, വൃത്തിയില്ല, ആകൃതത്തിൽ കിടക്കുക. അപ്പം അവിടെ ഇരുന്ന് എഴുതണാണ് തിമോത്തിക്ക്. എന്താണ് എഴുതിയിരിക്കണത് കേട്ടോ? വചനം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലെങ്കിൽ ജയില്, കൈവിലങ്ങ്. എന്നിട്ട് പൗലോസ് പറയും കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന്. എന്താ അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ? 2 തിമോത്തി 2:9. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം പോലും സ്വീകരിക്കാത്ത ആൾക്കാര് അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കൈമാറുന്ന കാഴ്ചനെ കാണുന്നു. ആരുമൊക്കെ ഫീൽഡ് ഔട്ടായിട്ടുണ്ട്. അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഔട്ടാക്കിയിട്ടുണ്ട്. ഐശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പേ ഇന്ന ആൾക്കാർ മുമ്പോട്ട് ചെയ്യുന്നു. അതായത് അത് വളരെ സുന്ദരമായ രീതിയിൽ സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷ വേലയെപ്പോലെ ധൈര്യം വേണ്ടതും നട്ടല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ്. അത് ഇന്ന രീതി അത് ചെയ്യേണ്ട ആൾക്കാർ, അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിന് പകരം അവർക്കിഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവലിയുകയും ഇവർ മീനിങ്ലെസ് ആയി മാറുകയും ചെയ്യും. ക്രമേണ ആ മേഖല ദ്രവിച്ചു പോവുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ വിധിക്കുന്നവർക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാകേണ്ടതാണ് ഈ കാലഘട്ടങ്ങളിൽ. അങ്ങനെ പോയവർ തിരിച്ച് ട്രാക്ക് ഔട്ടായി പോയവർ ട്രാക്കിങ് ചെയ്യണം. അതാണ് ഈ സുവിശേഷ വേലയുടെ ഉദ്ദേശം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജെനിഫർ ക്ലീറ്റസ്. ഞാൻ ട്രിവാൻഡ്രം കൊച്ചുതോപ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നത് 23 ഫെബ്രുവരി 2025
അപ്പം ഞാൻ ആദ്യം നിയോഗമായിട്ട് വെച്ചത് എനിക്ക് ഈ വർഷം ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നുള്ള ഒരു നിയോഗമാണ് വച്ചിട്ടുണ്ടായിരുന്നത്. അത് 3ാമത്തെ നിയോഗമായിട്ടാണ് വെച്ചത്. അപ്പം അതിൻ്റെ ഇതായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് ആദ്യം ലാറ്റ്വിയയിലോട്ട് BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫർ ലെറ്ററൊക്കെ കയ്യിൽ കിട്ടിയ സമയത്ത് ലോണിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയില്ല, ആ ടൈം കിട്ടിയില്ല. അങ്ങനെ എൻ്റെ ആദ്യത്തെ അവസരം പോയി. സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനിരുന്നതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആ അവസരം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വന്ന സമയത്ത് ഞാനിവിടെ മാതാവിനോട് ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവ് ഈ വർഷമെങ്കിലും എനിക്കൊന്ന് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ എനിക്കതിന് എന്തെങ്കിലും ഒരു സൈൻ ഒന്ന് തരാൻ പറ്റുമോ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ താഴോട്ട് വന്ന സമയത്ത് എനിക്ക് ടോക്കൺ എടുക്കുന്ന ടൈം എനിക്ക് എൻ്റെ വീട്ടിൽ സിസ്റ്റർ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ നീട്ടിയിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നെടുത്തപ്പോൾ എനിക്കതിൽ മാതാവ് എന്നാണ് കിട്ടിയത്. അപ്പം എനിക്ക് ആ പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിനെ കയ്യിൽ എടുക്കാനുള്ള അവസരമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ആ ടൈം എന്താണെന്ന് എനിക്കറിയത്തില്ല, സന്തോഷം കൊണ്ടാണ് കണ്ണിന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ അടുത്തുണ്ട്, മാതാവ് എൻ്റെ ഈ പ്രാവശ്യം എൻ്റെ കാര്യം സാധിച്ചു തരും, ഈ വർഷം എനിക്ക് പുറത്തു പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അതിനുശേഷം ഞാൻ വേറെ ഏജൻസി വഴി കൊടുത്തു. മാൾട്ടയിലോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാൾട്ടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂയുടെ സമയത്ത് അവർ ഗൂഗിൾ മീറ്റ് വഴിയാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അന്നും ടെൻഷനായിരുന്നു. ഇവിടെ വന്ന് ഫാദറിനെ കണ്ടു. ഫാദർ തന്ന കാശുരൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഞാൻ തേച്ചു, ഫോണിൽ തേച്ച് ഇൻ്റർവ്യൂവിനിരുന്നു. ഇൻ്റർവ്യൂ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കിയപ്പം എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂവറുടെ പേര് മരിയ എന്നായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും. അങ്ങനെ ഇൻ്റർവ്യൂ അവർ എല്ലാം എടുത്തതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചെങ്കിൽ കൂടി എനിക്ക് കണ്ടിന്യൂസ്ലി അങ്ങനെ ഇംഗ്ലീഷ് പറയാനൊന്നും സാധിക്കുന്നതല്ല. കാരണം എനിക്ക് എവിടെയെങ്കിലും വെച്ച് ബ്രേക്കായി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് എടുക്കും അടുത്തത് എന്താ സെൻറ്റൻസാണ് പറയേണ്ടതെന്നൊന്ന് ആലോചിക്കാൻ വേണ്ടി. പക്ഷേ അന്ന് അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എനിക്ക് ഒരു ബ്രേക്ക് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞു എല്ലാവർക്കും അവർ പറഞ്ഞു, ഏജൻസിക്കാർ പറഞ്ഞു ഒരു 2.5 മാസം എടുക്കും. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2.5 മാസം എടുക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് 2.5 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡിസംബർ ആകും, വീണ്ടും നീണ്ടുപോകും, ജാനുവരി ഇൻടേക്കിലെങ്കിലും എനിക്കൊന്ന് പോകാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും അതേ തന്നെ 7 മണിക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും ഈ നിയോഗം വെച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഇതേ സെയിം ഡേറ്റ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. ECI കോളേജിലായിരുന്നു ഓഫർ ലെറ്റർ, മാൾട്ടയിൽ എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ കൂടെ വരുന്ന ആലപ്പുഴയിലുള്ള ആളായാലും കൊച്ചിയിലുള്ള കുട്ടിക്കായാലും ഇതുവരെയ്ക്കും സ്റ്റിൽ കിട്ടിയിട്ടില്ല. മാതാവ് എനിക്ക് ഈ ഓഫർ ലെറ്റർ തന്നു. അതുപോലെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ജോലി ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഫാമിലിയിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു നോട്ടീസ് വഴി കാണാനിടയായി, SBIയിലോട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണാനിടയായി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 പ്രാവശ്യം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ DSAയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു, ഇൻ്റർവ്യൂ പാസ്സായി. 2ാമത്തത് എക്സാമാണ്. അപ്പം അവരുടെ തന്നെ സെൻറ്ററിൽ നമുക്ക് എക്സാമിനുള്ള ഇത് തന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രത്ത് പൂജപ്പുര സെൻറ്ററിലാണ് കിട്ടിയത്. അങ്ങനെ അവിടെ പോയി എക്സാം എഴുതുന്ന സമയത്ത് തലേന്ന് ദിവസം പുള്ളി എനിക്ക് കുറേ PDF കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ടാണ്, ഫുൾ മാത്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒന്ന് അപ്പം ഈ 178 പേജൊന്നും ഇരുന്ന് തലേ ദിവസം കുത്തിയിരുന്ന് വർക്കൗട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ആ PDF തുറന്നു പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, ഞാൻ വർക്കൗട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം അന്ന് രാത്രി ഇരുന്ന് ബൈബിൾ വായിച്ചു. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ പുള്ളി അയച്ചെന്ന ഒരു PDF തുറന്ന് നോക്കിയിട്ടില്ല, ഞാൻ നിൻ്റെ കയ്യിലോട്ട് എൻ്റെ അത് വിട്ടിട്ടുണ്ട്, ബാക്കി നീ അങ്ങ് നോക്കിക്കോളണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോകുന്ന സമയത്ത് ഉപ്പ് കയ്യിൽ കൊണ്ടുപോയി. ഉപ്പും വിശുദ്ധ തൈലവും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഞാൻ ആ നമുക്ക് കമ്പ്യൂട്ടർ വഴിയായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഞാൻ തേച്ചു. അതുപോലെ ആരും കാണാതെ ഉപ്പ് കീബോർഡിൻ്റെ പുറത്തും അങ്ങ് ഇട്ടായിരുന്നു.
അങ്ങനെ ഞാൻ എക്സാം എഴുതിയ സമയത്ത് നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സ്കോർ അതിൽ കാണിക്കും. അപ്പം 15ൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ പാസ്സായി, 15ൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ ഫെയിലായി. അപ്പോൾ ഞാൻ അത്രയൊന്നും വലുതായതൊന്നും ആഗ്രഹിച്ചില്ല. മാതാവ് ജസ്റ്റ് പാസ് 15 മതി. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു, വർക്കൗട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞു. 50 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. 1 മണിക്കൂറത്തെ എക്സാം ആയിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈമിലെല്ലാം നോക്കി മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യണേ മാതാവേ, ഇനി ലാസ്റ്റ് ഈ ഒരു ജോലി മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, എക്സാം തീർന്നു. അതിൽ സ്കോർ എഴുതി കാണിച്ചപ്പോൾ എനിക്ക് 34 മാർക്കുണ്ടായിരുന്നു. അപ്പം മാതാവ് എന്നെ സഹായിച്ചു. മാതാവ് എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ലാസ്റ്റ് ടൈം ഫുൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവസാനം അടുത്ത് നിന്ന് ആരോ പറയുന്നുണ്ട്, ഓപ്ഷൻസ് എ അല്ല, നീ ഡിയിലോട്ട് മാറ്, ഡിയിലോട്ട് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് മാറ്റി ചെയ്തതിലെല്ലാമാണ് എനിക്ക് മാർക്ക് സ്കോർ കിട്ടിയിരിക്കുന്നത്. അത് മാതാവ് ആണ് എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എൻ്റെ കാല് ഒരു തവണ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ വൈദ്യശാലയിലേക്ക് പോയി തിരിച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇരുന്നിട്ട് എണീക്കുമ്പം കാലിൽ നല്ല മുട്ടുവേദന ഉണ്ട്. എന്ന് പറഞ്ഞാൽ കാല് വിറയ്ക്കുന്നത് പോലെ തോന്നും. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോഴൊക്കെയാണ് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ മുട്ടിൽ കൃപാസനത്തിൻ്റെ വിശുദ്ധ തൈലം പൂശും, അതുപോലെ തേൻ കുടിക്കും. എന്നിട്ട് ഞാൻ മാതാവിനടുത്ത് പറയും, മാതാവേ എനിക്ക് അമ്മയെ സഹായിക്കാനോ ഇങ്ങനെ താഴെ ഇരുന്ന് തൂക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം മാതാവ് എൻ്റെ ഈ കാലിൻ്റെ വേദന ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലി, ഇന്നലത്തെ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറേ നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്പം ഞാൻ മാതാവിന് ഇവിടെ വന്നിട്ടായാലും മാതാവിനടുത്ത് പറഞ്ഞു, മാതാവേ അതേ കാലുവേദന എനിക്ക് ഇന്ന് വരുത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ, നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വോളണ്ടിയറായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇന്നലെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ 2:30 തൊട്ട് വൈകിട്ട് ഏകദേശം ഒരു 6:30 വരെ വോളണ്ടിയറായിട്ട് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലായാലും കൃപാസനത്തിൻ്റെ റാലിയിലായാലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. എനിക്കിപ്പോഴും ഒരു വേദനയില്ല. ഞാൻ ഇരുന്നു എണീറ്റ് നിന്ന് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ കാല് മാതാവ് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ എനിക്ക് ആത്മീയമായിട്ട് കുറേ വളരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് എൻ്റെ അമ്മ ഇരുന്ന് ജപമാലയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ അമ്മ ജപമാല കഴിഞ്ഞാൽ കർണക്കൊന്ത പഠിക്കും, കർണക്കൊന്ത കഴിഞ്ഞാൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പഠിക്കും. അപ്പോൾ ഞാൻ പറയും, അമ്മയ്ക്ക് വേറെ പണിയില്ലേ, ഇത്രയും നിർത്തിപ്പിടിച്ച് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണീറ്റ് പോവാറുണ്ടായിരുന്നു ജപമാല കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് 3 മണിക്ക് കൊന്ത ഉണ്ടെങ്കിൽ 3 മണിക്ക് പഠിക്കും. അതുപോലെ തന്നെ 9 മണിക്ക് അമ്മ കൊന്ത പഠിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ അമ്മ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ അമ്മ ഒരു അധ്യായം കംപ്ലീറ്റ് പണ്ട് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് പണ്ട് എനിക്കത് കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് 1-2 വാക്ക് വായിച്ച് നിർത്തിക്കൂടെ അമ്മയെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമ്മ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത അധ്യായം ഞാൻ വായിക്കാറുണ്ട്. അപ്പം എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റി. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ GH ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് പത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. പത്രം കൊടുക്കുമ്പോൾ പലരും എന്നെ പരിഹസിച്ചിട്ടുണ്ട്, മോളെ SBIയിലൊക്കെ വർക്ക് ചെയ്യുന്നതല്ലേ നീ ഇത്രയും പഠിച്ച കൊച്ചല്ലേ, നിനക്ക് വേറെ പ്രാന്തുണ്ട്, അതിനൊക്കെ എന്താന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും എന്നോട് ഇങ്ങനെ ചോദിക്കാറ്. ഞാൻ പറഞ്ഞു, ചേട്ടന് ഒരു ദിവസം അങ്ങോട്ട് വരുന്ന സമയം കാണും, അന്ന് അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെങ്കിൽ കണ്ടുമുട്ടാമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഞാൻ ഡെയിലി ബ്രെഡ് ആയാലും മധ്യസ്ഥ പ്രാർത്ഥന ആയാലും സാക്ഷി ആയാലും ഇടുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് പ്രൈവറ്റ്ലി മെസ്സേജ് അയച്ചിട്ട് പറയും, എടാ നീ ഇപ്പോൾ ഭയങ്കര തള്ളവയവ് പോലെയായി, പണ്ടത്തെ ആൾക്കാരുടെ അതേ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീയോ ഒരു ദിവസം എന്നോട് എടാ എനിക്ക് എക്സാമാണ്, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനത് മാതാവിനെ പ്രതി സഹനത്തിലൂടെ സഹിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ GHൽ ഞാൻ പത്രവും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഒരു രോഗി, വെരിക്കോസ് വെയിനുള്ള ഒരു രോഗിക്ക് ഞാൻ കാലിൽ പ്രാർത്ഥിച്ച് കാലിൽ വേദന മാറി. ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം അവർ 2 മാസം കിടക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ 3 ദിവസം കഴിഞ്ഞ് അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ട് വന്നു, എൻ്റെ നമ്പർ അവർക്ക് കൊടുത്തിട്ട് വന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എൻ്റെ കാലിലിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, മോളന്ന് വന്ന് പ്രാർത്ഥിച്ചതാകും. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരാമോ എന്ന് വെച്ച് പറഞ്ഞു, മോളെ ഞങ്ങൾ ഹിന്ദുക്കളാണ്, എൻ്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ വിടത്തില്ല എന്നെ, മോളെ എന്നെ പ്രതി അത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഈ ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. പുറപ്പാട് 33:13 അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക,
അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉടമ്പടി ജീവിതം എങ്ങനെയുണ്ട്? അതാണ് പരിശോധിക്കപ്പെടേണ്ട മേഖല. ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉടമ്പടി ജീവിതത്തെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? മകളത് പറയുന്നുണ്ട്. മകൾക്ക് വീണ്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുണ്ട്. അത് ജനറൽ ഹോസ്പിറ്റലും പൊതുവക്കിലുമൊക്കെ പോയി മകൾ പത്രം കൊടുക്കുമ്പോൾ, കൃപാസനം പത്രം വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടി അത് നൽകുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കും, നീ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയല്ലേ? ഇത്രയും പഠിപ്പും വിവരവും ജോലിയുമൊക്കെ ഉള്ളതല്ലേ? എന്നിട്ട് എന്തേ നീ ഇങ്ങനെ ഇതുമായിട്ട് നടക്കുന്നുവെന്ന്. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ആ വ്യക്തിത്വത്തിൻ്റെ മികവ് കുറച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുഴുവൻ സ്റ്റാറ്റസിൽ ലോ ചെയ്ത് ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ആ വിശ്വാസം, അവനിലുള്ള സ്നേഹവും അവൻ്റെ ജീവിതവും അതാണ് എൻ്റെ ഇന്നുള്ള ജീവിതത്തിൻ്റെ ആസ്തി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിധത്തിൽ ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവരായി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുന്നത്. പ്രിയമുള്ളവരെ, ഒരു അനുഗ്രഹം കിട്ടാൻ എളുപ്പമാണ്, ഒരു അനുഗ്രഹം നിലനിർത്താൻ പാടാണ്. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് കൈമാറുന്നത് വിശ്വസ്തതയുള്ള ജീവിതമാണ്. ഒരു അനുഗ്രഹം നിലനിൽക്കുന്നത് വിശ്വസ്തതയിലാണ്. അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടിയാലും ഭാരങ്ങൾ ഒഴിയത്തില്ല, സങ്കടങ്ങൾ മാറത്തില്ല, ആകുലതകൾ തീരത്തില്ല, കടബാധ്യതകൾ ഏറിക്കൊണ്ടിരിക്കും. നമുക്കൊരു അനുഗ്രഹം കിട്ടിയാലും അത് അനുഭവിക്കുവാനുള്ള ജീവിതത്തിൻ്റെ സാഹചര്യം രൂപപ്പെട്ടു വരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മൾ അമ്മ മാതാവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും കുറേ ക്ലേശങ്ങളേ ഉള്ളൂ. ഓർക്കുമ്പോൾ കരയാൻ മാത്രമേ നേരമുള്ളൂ. പരാജയത്തിൻ്റെ കണക്കുകൾ മാത്രമേ കൺമുൻപിലുള്ളൂ. എന്നാൽ അമ്മ കരം പിടിച്ച് ജീവിതത്തെ സുരക്ഷിതമാക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് അമ്മയോട് കൊടുക്കുവാനും പറയുവാനുമുള്ളത്, അമ്മ ഞാൻ എങ്ങനെ അമ്മയുടെ അരികിൽ വന്നെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ലോകത്തിൽ ഉടമ്പടിയുടെ വിശ്വസ്തതയുള്ള വ്യക്തിയായി, ദൈവനാമത്തെ പ്രഘോഷിക്കുന്ന വ്യക്തിയായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കുമെന്ന്. അങ്ങനെ വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതത്തിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് അഞ്ജു ജോജോ. ഞാൻ സെൻറ്റ് ജോർജ് കോതമംഗലം കത്തീഡ്രൽ ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഞാൻ അന്ന് വെച്ച 2 നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കാലുവേദന മാറാനും രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിവാഹം നടക്കാനായിരുന്നു. എൻ്റെ വിവാഹം നടന്നു. ഞാൻ വിവാഹ സമയത്ത് ഞാൻ ഹിന്ദു ആയിരുന്നു. പിന്നീട് ഞാൻ മാമോദിസ സ്വീകരിച്ച് ഈ രീതിയിലേക്ക് ജീവിച്ചു പോന്നു. എനിക്ക് രണ്ട് കുട്ടികളായി. ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. 2012 മുതൽ ഞാൻ ഫിറ്റ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഫിറ്റ്സ് വന്നപ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു എൻ്റെ അവസ്ഥ. രണ്ട് പ്രസവത്തിലും എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു കുട്ടി പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് മൂന്നാമത് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭയമായിരുന്നു. 2 പ്രാവശ്യം ഫിറ്റ്സ് വന്നതാണ്. മൂന്നാമത് എന്താവും, 2 സിസേറിയൻ ആയിരുന്നു. മൂന്നാമത് എന്താവുമെന്നുള്ളൊരു നല്ലൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ മൂന്നാമത് കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ 3-ാം മാസം സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എനിക്ക് കുഞ്ഞിനെ വേണം, സിറ്റ്സ് അവിടെ നിന്നോട്ടെ, വലിയ പ്രശ്നമില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രണ്ടാമത് എന്നെ പിന്നെ സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇന്നത്തെ സ്കാനിങ് പറയുമ്പോൾ എൻ്റെ വയറ്റിൽ സിസ്റ്റ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിൽ പിന്നത്തെ സ്കാനിങ്ങിലെ സിസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങളായിട്ട് 10 കൊല്ലത്തിന് മേളിലായിട്ട് എനിക്ക് സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര കഠിനമായ അവസ്ഥയായിരുന്നു. എൻ്റെ തലമുടി എനിക്ക് തല നിറച്ച് മുടിയായിരുന്നു. എൻ്റെ ശരീരം പുറം ഒരു കുഴി പോലെയായിരുന്നത്, നിറച്ചും തുള വീണ് ഒരു മനുഷ്യനടക്കില്ലാത്ത അതുപോലെ സ്മെല്ലായിരുന്നു എൻ്റെ ശരീരത്ത് മുഴുവനും. അന്ന് എന്നെ പൂർണ്ണമായി നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുണ്ടായിരുന്നില്ല.
ഒരു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ അസുഖം മാറുന്നുണ്ടായിരുന്നില്ല. മൂന്നാമതൊരു കുഞ്ഞായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അനസ്തേഷ്യ തരുന്ന ഭാഗത്താണ് ആ സിസ്റ്റിൻ്റെ ഇതിൻ്റെ സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ ഒരു പൊത്തെന്ന് പറയാം. അപ്പോൾ അതിലൂടെ അനസ്തേഷ്യ തരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം മൂന്നാമതും സിസേറിയൻ വേണം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം ഞാൻ മാതാവിനെ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. മാതാവിനെ ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സിസേറിയൻ്റെ തലേദിവസം വരെ എനിക്ക് തീരെ വയ്യായിരുന്നു. മിക്ക ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോ, എനിക്ക് ഇന്നത്തെ ഇതിലെനിക്ക് സിസേറിയൻ തന്നെയാണ് എങ്കിൽ കൂടി ഇനി എനിക്കൊരു ഫിറ്റ്സ് വരരുത്. കാരണം എൻ്റെ സോറിയോസിസും ഭയങ്കരമായ കഠിനമായ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എൻ്റെ പുറത്ത് തേച്ചു. പുറന്ന് പറയാനില്ല, അത്രത്തോളം വികൃതമായി ചോരയും പഴുപ്പും മാത്രം ഉണ്ടായിരുന്നു. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നില്ല. പക്ഷെ ഞാൻ ഈ വേദന ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ചാരി ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് കിടക്കാൻ പാടില്ല. കിടന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് ഊരിയെടുക്കാൻ പാടാ. രാത്രി പകൽ കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നീറ്റിലുണ്ടായിരുന്നു. എന്നാൽ കൂടി ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും അറിയില്ല ഇത്രയും വലിയ അസുഖം എനിക്കുണ്ടെന്ന്. പിന്നെ തലമുടി കൊഴിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ കയറി തുടങ്ങി. കാരണം പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ. എൻ്റെ നെറ്റിയോളം ഉണ്ടായിരുന്നു. ഈ സോറിയാസിസ് വന്ന് തലമുടിയിൽ മൊത്തം വ്രണമായിട്ട് തലയിൽ കൂടി ചോര ഒഴുകി തുടങ്ങിയ അവസ്ഥ വന്നു. അപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല. പ്രാർത്ഥന കൂട്ടി തന്നെ ഇരിക്കുമ്പോഴേക്ക് ഇരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരയാൻ നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞെട്ടി തൊടുമ്പോൾ ബാലൻസ് വന്നത് തലയിൽ തൊടുമായിരുന്നു. അങ്ങനെ തലമുടിയിലുണ്ടായിരുന്നതെല്ലാം എനിക്ക് പയ്യെ മാറി കിട്ടി. ഡോക്ടർ പറഞ്ഞു ഇനി അനസ്തേഷ്യ തന്നെങ്കിൽ പുറത്തുള്ള അത് മാറണമെന്ന് പറഞ്ഞു. പെട്ടെന്നൊന്നും മാറില്ല. സോറിയാസിസ് രോഗം ഒരിക്കലും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പാടില്ല എന്നൊരു സകലമാനം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് എൻ്റെ പുറത്ത് തേച്ചു. എനിക്ക് പോലും അറിയാൻ പാടില്ല എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഒരു പാട് പോലും എൻ്റെ ശരീരത്തില്ല. കാരണം എനിക്ക് സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ അസുഖമായിരുന്നു അത്. ഏറ്റവും വലിയ സോറിയാസിസ് ആയിരുന്നു. കാരണം എല്ലായിടും കുഴിയായിരുന്നു. ബ്ലഡ് മാത്രം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഡ്രസ്സ് ഇടാൻ പാടില്ല, അതുപോലെ വ്രണമായിരുന്നു. 3 ദിവസം ആണ് എൻ്റെ ഓർമ്മയിലുള്ളൂ. പൂർണ്ണമായും സോറിയാസിസ് മാറ്റിത്തന്നു. പിന്നെ 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്ു. എൻ്റെ 10 വിരലും കയ്യിലെയും കാലിലെയും വളഞ്ഞതാണ് വിരലുകൾ. കാരണം ആർത്രൈറ്റിസ് വന്നതാണ്. നടക്കാൻ കൂടി എനിക്ക് വയ്യ. 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ആ തിരിച്ചു വന്ന അന്ന് മാറിയതാണ് എൻ്റെ ആർത്രൈറ്റിസ്. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നീട് എൻ്റെ തലമുടി നിറച്ചും പോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. ഞങ്ങൾ 125 പേർക്കുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ 5 ചേട്ടത്തി അനിയത്തിമാർ, എൻ്റെ ആങ്ങള, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. എന്നോട് കൈ നീട്ടാൻ ഞാൻ അവസരം കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ സാമ്പത്തിക സഹായം എൻ്റെ കൈ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ പത്രം കൊടുക്കും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും, റോഡ് സൈഡിൽ കൊണ്ടു കൊടുക്കും, എനിക്ക് കാണുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ അസുഖങ്ങൾ തന്നെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവരോടും എനിക്ക് ഇത്രയും അസുഖമുണ്ടായിരുന്നു, ഞാൻ ഇത്രയും അവസ്ഥയിൽ നിന്ന് വന്ന ആളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അഞ്ചു ജോജോ എന്ന ഈ മകൾ തൻ്റെ വിശ്വാസ ജീവിതത്തിന് മരിയൻ ഉടമ്പടിയിൽ അമ്മ നൽകിയ സവിശേഷമായ ഗൗരവമുള്ള രോഗസൗഖ്യങ്ങളെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറഞ്ഞു, ആദ്യം മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പങ്കുചേരുവാനുള്ള മകളുടെ ആഗ്രഹത്തെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അതിലൂടെ മകളുടെ വിവാഹവും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനെ മകൾ നന്ദിയോടുകൂടി സ്മരിച്ചു. പിന്നീട് മകൾ സൂചിപ്പിച്ചതൊക്കെയും രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ്. അതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വളരെ ഗൗരവമുള്ള ജീവിത സാഹചര്യങ്ങളിൽ അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ അത്ഭുതപ്പെടുത്തുന്ന രോഗസൗഖ്യങ്ങളെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്.
ആദ്യം സൂചിപ്പിച്ചത് 2 തവണ മകൾ പ്രഗ്നൻ്റ് ആയപ്പോഴും ഫിക്സ് വരികയും ഏറെ ക്ലേശം അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ഗർഭാവസ്ഥ ഒട്ടും ആരോഗ്യകരമായിരിക്കില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. അതറിയാതെ വീണ്ടും മൂന്നാമത് ഗർഭിണിയാവുകയും എന്നാൽ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഉദരത്തിലുള്ള കുഞ്ഞിനെയും തൻ്റെ ആരോഗ്യത്തെയും പൂർണ്ണമായി സമർപ്പിച്ച് മകൾ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഗർഭാവസ്ഥയിൽ ജോസഫ് അച്ഛനെ വന്നു കണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തെയും ആദ്യത്തെ 2 സിസേറിയൻ ആയിരുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തതിലുണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും മകൾ അച്ഛൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് എല്ലാ ക്ലേശങ്ങളും മാറിയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അമ്മ മാതാവ് പൂർണ്ണമായും എന്നെ ഏറ്റെടുത്ത് എന്നെയും ഉദരത്തിലുള്ള കുഞ്ഞിനെയും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി ഒരു നല്ലൊരു പ്രസവത്തിലേക്ക് നയിച്ചുവെന്ന് മകൾ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഡെലിവറിക്ക് എനിക്ക് ഫിക്സ് വന്നില്ല, കുഞ്ഞിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായില്ല. അമ്മ മാതാവും ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലെ പ്രാർത്ഥനയും എനിക്ക് എൻ്റെ ആ മൂന്നാമത്തെ ഡെലിവറി ഏറ്റവും സങ്കീർണമെന്ന്, ഏറ്റവും അപകടകരമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് യാതൊരു പ്രയാസവുമില്ലാതെ പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിച്ചുവെന്ന്. അതിലേറെ ക്ലേശകരമായിരുന്നു മകളുടെ സോറിയാസിസിൻ്റെ രോഗാവസ്ഥകൾ. മകൾ പറയുന്നുണ്ട്, വസ്ത്രം ധരിക്കുവാൻ പോലും ആവാത്ത വിധം അത്ര കണ്ട് ചൊറിയും ചിരങ്ങും പഴുപ്പും വന്ന് ശരീരം മുഴുവനും വല്ലാതെ വേദനയും കഷ്ടതയും അനുഭവിച്ചതാണ് മകളുടെ സോറിയാസിസ്. എന്നാൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ശരീരത്തിൽ പുരട്ടി അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് ഈശോയുടെ അനുഗ്രഹത്തിനും സൗഖ്യപ്പെടുത്തലിനും വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, ചുരുങ്ങിയ ദിവസം കൊണ്ട് അമ്മ മാതാവ് പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് ആ സോറിയാസിസിൻ്റെ വളരെ അപൂർവമായ, വളരെ കാഠിന്യമേറിയ, അത്ര കണ്ട് ചികിത്സയില്ലാത്ത ആ സോറിയാസിസിൻ്റെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ട് മകളുടെ ശരീരത്തെ, ആരോഗ്യത്തെ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവന്നുവെന്ന്. പ്രിയമുള്ളവരെ, മകൾ ഓരോ സാക്ഷ്യം പറയുമ്പോഴും എത്ര കണ്ട് അമ്മ മാതാവ് മകളെ ചേർത്ത് പിടിച്ച് നടത്തിയെന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോഴും നമുക്ക് കാണാം മകളുടെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ വളഞ്ഞിരിക്കുന്നത്. നടക്കുവാൻ അത്ര സാധിക്കുന്നൊരു കൈകാലുകളല്ലത്. എന്നിട്ട് മകൾ പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ആർത്രൈറ്റിസ് വന്ന് എൻ്റെ കൈകാലുകൾ വളഞ്ഞു പോയെങ്കിലും അമ്മയോടൊപ്പം ഒരു അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുചേരണമെന്ന്. അമ്മയോട് പ്രാർത്ഥിച്ച് എനിക്ക് നടക്കുവാനാവാത്ത കാൽവിരലുകൾ ഉപയോഗിച്ച് പദം വെച്ച് ഈ ദൂരം അത്രയും അമ്മ മാതാവിൻ്റെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാൻ അമ്മ സഹായിക്കുകയും അതിനുശേഷം ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ശാരീരിക വേദനകളെയും പൂർണ്ണമായി അമ്മ എടുത്തു നീക്കുകയും ചെയ്തുവെന്ന അമ്മയിൽ ശരണപ്പെട്ട് വിശ്വാസം സ്വീകരിച്ച് എളിമയോടെ ജീവിതം കൊടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് ഔഷധമാണെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ശരീരത്തിൽ പ്രയോഗിച്ച് ജീവിതം അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അമ്മ ഈശോയിലൂടെ നൽകുന്ന വലിയ സൗഖ്യത്തെ, അത്ഭുതകരമായ വിസ്മയനീയ പ്രവൃത്തിയെയാണ് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് നമുക്കെന്ത് തരുവാനും അല്പം പോലും പിശുക്കില്ല. നമ്മൾ അവിടുത്തോട് ചേർന്ന് നടന്നാൽ, അവിടുന്ന് കൂടെ നടന്ന് നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് സുഗമമാക്കും. അത് ഭാരം ലഘൂകരിച്ച് തരും, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി തരും, ജീവിതത്തിന് പുതിയ സന്തോഷം, പുതിയ സമാധാനം, പുതിയ കാഴ്ചപ്പാട് കൈമാറിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ ഒരുമിച്ച് നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക്, സൗഖ്യാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.